നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു മോഷണത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വൈറലാകുന്നത്. സംഭവം നടക്കുന്നത് ഭോപ്പാലിലാണ്. അതും ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിലാണ്. ഗുവാഹത്തി ഹൈക്കോടതി മുൻ ജഡ്ജി രമേശ് ഗാർഗിന്റെ വീട്ടിലാണ് വൻ കവർച്ച നടന്നിരിക്കുന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘമാണ് ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കവർന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റ് സമയമാണ് കവർച്ചക്കാർ വീടിനുള്ളിൽ ചിലവഴിച്ചിരിക്കുന്നത്. മുഖംമൂടി മാത്രമല്ല, കയ്യുറകളും ഇവർ ധരിച്ചിരുന്നു. 3 മോഷ്ടാക്കളെയാണ് CCTV ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യം ജഡ്ജിയുടെ കിടപ്പുമുറിയിലേക്ക് ഒരാൾ കയറി അലമാരയിൽ നിന്നും ഓരോ സാധനങ്ങളായി എടുക്കാൻ തുടങ്ങുന്നു. മറ്റൊരാൾ ഇരുമ്പ് വടിയുമായി രമേശ് ഗാർഗിന്റെ സമീപത്ത് നിൽക്കുന്നുണ്ട്. അതായത് അതിനിടയിൽ മോഷണശ്രമം നടക്കുമ്പോൾ ഇയാൾ ഉണരുകയാണെങ്കിൽ ഇയാളെ ആക്രമിക്കാനായിട്ടാണ് മറ്റൊരു മോഷ്ടാവ് ഇത്തരത്തിൽ ഒരു ഇരുമ്പ് വടിയുമായിട്ട് ഈ ഒരു കിടക്കയുടെ സമീപത്ത് നിൽക്കുന്നതും ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെയാൾ പുറത്ത് കാവൽ നിൽക്കുന്നതും കാണാൻ സാധിക്കും. രമേശും കുടുംബവും നല്ല ഉറക്കത്തിലായതിനാൽ മോഷണം നടന്ന വിവരം അറിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ ഉണർന്നിരുന്നെങ്കിൽ ഇവർക്ക് ജീവൻ പോലും നഷ്ടമായേനെ. പക്ഷേ കൃത്യമായിട്ട് CCTVകളും അതുപോലെ തന്നെ അലാം എല്ലാം ഉണ്ടായിട്ടും ഇനി ഒരു പക്ഷേ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ കിടക്കുകയാണോ, അല്ലെങ്കിൽ ഒരുപക്ഷെ എണീറ്റിരുന്നെങ്കിൽ ഇവർ ആക്രമിക്കുമെന്നുള്ള ഭയത്തിൽ അദ്ദേഹം അങ്ങനെ കിടക്കുകയായിരുന്നോ എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ് ആളുകൾ പറയുന്നത്. കാരണം വളരെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത്തരത്തിൽ മോഷ്ടാക്കൾ അതിനുള്ളിൽ നിന്ന് അലമാര കുത്തി തുറന്ന് സാധനങ്ങളൊക്കെ തന്നെ മോഷ്ടിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം അവിടെ ഉണരാതെ കിടക്കുകയായിരുന്നു. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതേ ദിവസം തന്നെ സമീപ പ്രദേശങ്ങളിലും പല വീടുകളിലും കവർച്ച നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത്. സംഘടിതമായി മോഷണം നടത്തുന്നതിന്റെ നിരവധി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സംഭവം അന്വേഷിക്കാനായി പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഉമാകാന്ത് ചൗധരി പറഞ്ഞിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്താണ് ഒന്നിലധികം അന്വേഷണ സംഘങ്ങളെ രൂപീകരിച്ചത്. സംശയം തോന്നിയ പലരെയും ചോദ്യം ചെയ്യുകയാണ് പോലീസ്. വിശദമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും ചൗധരി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീട്ടിലും കൃത്യമായിട്ടുള്ള ആരാണ് മോഷണം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കും. ഇവിടെ എത്രത്തോളം സ്വർണവും പണവുമാണ് മുൻ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഇതുവരെയായിട്ടും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും കള്ളന്മാർ മാസ്ക് ധരിച്ചും അതുപോലെ തന്നെ കയ്യുറകൾ ധരിച്ചുമാണ് ഈ ഒരു വീട്ടിൽ മോഷണം നടത്തിയിരിക്കുന്നത്.